ഞാൻ ഇന്ന് പ്രാർത്ഥനാപൂർവം നിങ്ങളുടെ മുൻപിലെ അവതരിപ്പിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ 13 തുടങ്ങിയുള്ള 35 വരെയുള്ള 35 വരെയുള്ള വചനങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അവസാനത്തെ അധ്യായത്തിലേക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ദർഭമാണിത്. അത് നിങ്ങൾക്കറിയാം, ജെറൂസലം വിട്ട് എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കഥ പറയുന്ന ഒരു അനുഭവമാണ്. ജെറൂസലം വിട്ട് എമ്മാവുസിലേക്ക് വിട്ടുപോയവരുടെ കഥയാണ്. നിങ്ങൾക്കറിയാം, ജെറൂസലേമിലാണ് കർത്താവിൻ്റെ മരണം, ജെറൂസലേമിലാണ് കർത്താവിൻ്റെ ഉത്ഥാനം, ജെറൂസലേമിലാണ് കർത്താവിൻ്റെ പന്തക്കൊസ്ത. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു വലിയ മുന്നറിയിപ്പുണ്ടായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വന്ന് നിറയുവോളം നിങ്ങൾ ജെറൂസലം വിട്ടുപോകരുത്. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേലെ നിറയുവോളം നിങ്ങൾ ജെറൂസലം വിട്ടുപോകരുത്. ഈ ജെറൂസലം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അതൊരു സ്ഥലമാണ്. കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും ഒക്കെ നടന്നൊരു സ്ഥലമാണ്. ഈ ജെറൂസലം എന്ന പദത്തിന് സഭാപിതാക്കന്മാർ നൽകുന്ന മറ്റു വലിയൊരു അർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? ജെറൂസലം സഭയാണ്. ജെറൂസലം സഭയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജെറൂസലം വിട്ടുപോകരുത് എന്ന് പറയുന്നതിൻ്റെ പിറകില് ഒരു വികാരമുണ്ട്. നിങ്ങൾ സഭയോടുകൂടെ ചേർന്ന് നിൽക്കണം. നമ്മുടെ യാത്ര സഭയിലൂടെയാണ്. സഭ വിട്ട് നിങ്ങൾ പോകരുത്. സഭയുടെ കൂട്ടായ്മ, സഭയുടെ കൗദാശികമായിട്ടുള്ള ശക്തി, സഭയുടെ വിശുദ്ധന്മാരുടെ വലിയ കൂട്ടുത്തരവാദിത്തങ്ങൾ, നിങ്ങൾ ജെറൂസലം വിട്ടുപോകരുത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കർത്താവ് നമുക്ക് നൽകിയ വലിയൊരു നിർദ്ദേശമാണ്. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾ നിറയുവോളം നിങ്ങൾ ജെറൂസലം വിട്ടുപോകരുത്. ഞാൻ ചിലപ്പോഴൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. സഭയ്ക്ക് കുറവുകളുണ്ടാകാം, സഭയ്ക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷേ കർത്താവിൻ്റെ സഭയുടെ പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലും കർത്താവ് ഇളക്കുന്ന ബെത്സൈദ കുളമാണ് തിരുസഭ. കർത്താവ് ഇളക്കുന്ന ബെത്സൈദ കുളമാണ് കർത്താവിൻ്റെ സഭ. അവിടെയാണ് കർത്താവ് സൗഖ്യം നൽകുന്നത്, അവിടെയാണ് കർത്താവ് ശക്തി നൽകുന്നത്, അവിടെയാണ് കർത്താവ് നമ്മെ പടുത്തുയർത്താൻ വിളിക്കുന്നത്. അസീസിലെ ഫ്രാൻസിസിന്റെ കർത്താവ് വിളിച്ചത് ഒറ്റ കാര്യത്തിനാണ്: നീ എൻ്റെ സഭ പുതുക്കി പണിയുക. നിന്നെ ഞാൻ വിളിക്കുന്നത് എന്തിനാണ്? എൻ്റെ സഭ പുതുക്കി പണിയാൻ. പ്രിയമുള്ളവരെ, സഭയുടെ കുറവുകൾ കാണുമ്പോൾ നിങ്ങൾ അന്താളിക്കരുത്. സഭയുടെ കുറവുകൾ കാണുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ആ കുറവുകളുള്ള സഭയെ പുതുക്കിപ്പണിയാൻ കർത്താവ് എന്നെ വിളിക്കുന്നു. കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, കർത്താവിൻ്റെ ഓശാന പ്രദർശനത്തെക്കുറിച്ചുള്ള വായന നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ ഓശാന പ്രദർശനം ആരംഭിക്കുന്നതിന് മുമ്പ് ബെത്ഫാഗയിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ജെറൂസലേമിലേക്കാണ് അത് പോകുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകമുണ്ട്: നിങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ മുൻപിലെ ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും കെട്ടിയിട്ടതായിട്ട് നിങ്ങൾ കാണും. നമുക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ കഴുതയും കഴുതക്കുട്ടിയും സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും: ഇന്ന് വരെ ആരും അതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല. നിങ്ങൾ അതിനെ അഴിക്കുക. അതിൻ്റെ ഉടമസ്ഥൻ വന്ന് തർക്കിച്ചാൽ
നിങ്ങൾ പറയേണ്ട മറുപടി കർത്താവ് പറഞ്ഞു. എന്താ മറുപടി? ഒന്നുറക്കെ പറഞ്ഞ്. കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ അഴിക്കപ്പെടണം. കർത്താവിന്റെ ഓശാന നിങ്ങളുടെ മേലും എൻ്റെ മേലും കയറിയിരുന്നിട്ടാണ്. കർത്താവിനെ വഹിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നിടത്ത് കർത്താവിനെ കൊണ്ടുപോകാൻ എന്നെയും നിങ്ങളെയും കർത്താവിന് ആവശ്യമുണ്ട്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥയിലെ നിങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ ജെറൂസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് യാത്ര പുറപ്പെട്ടു. പേടിച്ചു പോയതാണ്. ജെറൂസലേമിൽ വടി വെട്ടാൻ പോയിട്ടുള്ളൂ, അടി തുടങ്ങാൻ പോണുള്ളൂ, അതുകൊണ്ട് വിട്ടവരാണ്. കർത്താവ് ഉയർത്തെന്ന് കേട്ടപ്പോൾ യഹൂദന്മാരുടെ വാശിമൂത്തു. മരിച്ചവൻ ഉയർത്ത് വരാതിരിക്കാൻ അവർക്ക് മനസ്സിൽ സന്ദേഹം തോന്നിയത് കൊണ്ട് വലിയ കല്ല് ഉരുട്ടി അവനിനി പുറത്ത് കടക്കാതിരിക്കാൻ ഭീമമായ ഒരു കല്ല് ഉരുട്ടി വെച്ചു. എന്നിട്ട് രണ്ട് പട്ടാളക്കാരെ കാവലേർപ്പെടുത്തി. പുലർച്ചെയായപ്പോഴേ കല്ല് ഉരുട്ടി മാറ്റപ്പെടുകയും കർത്താവ് പുറത്തു വരികയും അവര് പട്ടാളക്കാർക്ക് പണം കൊടുത്തിട്ട് പറഞ്ഞ് അവന്റെ കല്ല് ഉരുട്ടി മാറ്റിയതാണ്. അവന്റെ മൃതശരീരം ഇതിൻ്റെ അകത്തു നിന്ന് അവന്റെ ശിഷ്യന്മാരെ കട്ടുകൊണ്ടുപോയതാണ്. അവൻ ഉത്ഥാനം ചെയ്തിട്ടില്ല. കർത്താവിന്റെ ഉത്ഥാനമാണ് സഭയുടെ വിജയത്തിന്റെ കൊടി. കർത്താവിന്റെ ഉത്ഥാനമാണ്. കർത്താവിന്റെ ഉത്ഥാനം. ഞാനിത് പറയുന്നത് ഒരൊറ്റ കാര്യം. എന്നൊക്കെയാണോ സഭ പീഡിപ്പിക്കപ്പെടുന്നത്, എന്നൊക്കെയാണോ നമ്മുടെ കുഴിമാടത്തിൽ കല്ല് വെച്ചടയ്ക്കുന്നത്, അന്നൊക്കെ നിങ്ങൾ ഓർക്കണം, കർത്താവ് കല്ല് ഉരുട്ടി മാറ്റുന്നവനാണ്. കർത്താവ് കല്ല് ഉരുട്ടി മാറ്റുന്നവനാണ്. കർത്താവ് ഉത്ഥാനത്തിന്റെ രാജനാണ്, ഉത്ഥാനത്തിന്റെ നാഥനാണ്. ഈ ജെറൂസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ പേടിച്ചിട്ട് വിട്ടവരാണ്. ഇവിടെ കുഴപ്പമുണ്ടാകാൻ പോകാണ്. അവൻ ഉത്ഥാനം ചെയ്തെന്ന് കേട്ടുന്നു. യഹൂദന്മാരുടെ ശത്രുത വർദ്ധിച്ചിരിക്കുകയാണ്. കർത്താവ് അവരുടെ കൂട്ടത്തിൽ അപരിചിതനായി, സഹയാത്രികനായി. എത്ര മനോഹരമായിട്ടുള്ളൊരു നിമിഷമാണ്. കർത്താവ് അവരുടെ കൂട്ടത്തിൽ സഹയാത്രികനായി. കർത്താവ് അവരോട് സംസാരിച്ചു. അവര് കർത്താവിനോട് തർക്കിച്ചെന്നാ പറയുന്നത്. അത് കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായിട്ടല്ല. കർത്താവിനോട് അവർ തർക്കിച്ചെന്നാ പറയുന്നത്. കർത്താവിനോട് ശക്തമായിട്ട് അവർ തർക്കിച്ചു. ഞങ്ങളും വിശ്വസിച്ചു അവൻ അത്ഭുതങ്ങൾ ചെയ്തപ്പോ അവൻ രക്ഷകനാണെന്ന്. പക്ഷെ അവന്റെ പണി കഴിഞ്ഞ വെള്ളിയാഴ്ച തീർന്നു. ഞങ്ങള് ജെറൂസലേം വിട്ടുപോകുന്നത് ഇപ്പോ കുറെ സ്ത്രീകൾ വന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അവൻ കല്ലറയിൽ നിന്ന് പുറത്തു വന്നത്. കല്ലറ തുറന്നിട്ടുള്ളതാണ്, പക്ഷെ അവൻ ആരും കണ്ടിട്ടില്ല. അവൻ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ യഹൂദന്മാർ അവനെ കശക്കിക്കളയും. അവിടെ വടി വെട്ടാൻ പോയിട്ടുള്ളൂ, അടി പൊട്ടാൻ പോണുള്ളൂ. ഞങ്ങൾ വിട്ടുപോകുന്നവരാണ്. കർത്താവ് അവരുടെ കൂടെ സഹയാത്രി. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്നൊക്കെയാണോ സഭയ്ക്ക് പ്രതിസന്ധികളുള്ളത്, എന്നൊക്കെയാണോ സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്, വഴിമുട്ടിയിട്ടുണ്ടെന്നൊക്കെ, അന്നൊക്കെ നമ്മുടെ കൂടെ ആര് സഹയാത്രികനാണ്? കർത്താവ് സഹയാത്രികനാണ്. കർത്താവ് സഹയാത്രികനാണ്. കർത്താവ് നമ്മെ ഉത്ഥാനത്തിലേക്ക് വിളിക്കുന്നു. കർത്താവിന്റെ ഉത്ഥാനം ആഘോഷിക്കാൻ നമ്മളെ വിളിക്കുന്നു. ഈ എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാര് ഒരാളുടെ പേര് നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്തി പറയാമോ? ഒരാളുടെ പേര് അവിടെ പറയുന്നു. രണ്ടുപേരായിരുന്നു. ക്ലയോഫ അവന്റെ പേര് പറയുന്നുണ്ട്.
ഞാനിങ്ങനെ അവനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, അവൻ തൃശ്ശൂർക്കാരനാണെന്ന് എനിക്ക് തോന്നണേ. കാരണം ഈ സ്ഥലത്ത് പേര് വരാൻ ആഗ്രഹിക്കുന്ന കൂട്ടരിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ് ആര്? എല്ലായിടത്തും പേര് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ് തൃശ്ശൂർക്കാര്. നല്ല മനുഷ്യരാണ് കേട്ടോ, ഒരു പാവങ്ങളാണ്. പക്ഷെ എല്ലായിടത്തും പേര് വെക്കണം. നിങ്ങൾ ഗ്രോട്ട പണിതാലും അതിൻ്റെ അടിയിൽ ആര് വേണം? ക്ലയോഫാസാണ് തന്നത്. മാതാവിൻ്റെ രൂപം കൊടുത്താലും ക്ലയോഫാസിൻ്റെ പേരുണ്ടാവണം. നമുക്ക് പേര് വയ്ക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പാണ്. ഇവിടെ തൃശ്ശൂർക്കാരല്ലാത്തവരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ തൃശ്ശൂർക്കാരെ കുറ്റം പറയുന്നവർ മോശമായിട്ടൊന്നല്ല, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. തൃശ്ശൂർക്കാർ പാവങ്ങളാ, അവരെന്നെ വിട്ടേക്കും. പിതാവ് അടുത്ത പ്രാവശ്യം പിതാവ് ഞങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടേക്കും. നിങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ അകത്തുനിന്ന് തെക്കുന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ വടക്കുന്നും വന്നിട്ടുണ്ട്. ഈ കേരളത്തിലെ ഏറ്റവും പാവങ്ങളുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂര്. ഈ കൈയടിച്ചവര് മാത്രം തൃശ്ശൂർക്കാരുള്ളൂ ഇപ്പം എനിക്ക് മനസ്സിലായി. ഈ ജെറൂസലം കിഴക്കാണ്, എമ്മാവുസ് പടിഞ്ഞാറാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പ്രയോഗമാണിത്. ജെറൂസലം ഭൂമിശാസ്ത്രപരമായിട്ട് കിഴക്കിലാണ്, എമ്മാവുസ് കിടക്കുന്നത് പടിഞ്ഞാറാണ്. അതുകൊണ്ട് ഈ രണ്ട് ശിഷ്യന്മാരുടെ യാത്ര ഉദയത്തിൽ നിന്ന് അസ്തമനത്തിലേക്കാണ്. ഉദയത്തിൽ നിന്ന് അസ്തമനത്തിലേക്കാണ് അവരുടെ യാത്ര. പക്ഷേ ഒരു അപരിചിതൻ അവരുടെ കൂട്ടത്തിൽ കൂടി. ആ അപരിചിതൻ അവരോട് സംസാരിച്ചു. ആ അപരിചിതൻ അവരോട് തർക്കിച്ചു. ഇവിടെ ചില പ്രയോഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. പരസ്പരം ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. കാഴ്ച എന്ന വാക്കിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം കാഴ്ചപ്പാടെന്നാണ്. അവിടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിരുന്നു. അവരുടെ മുഖം ലോട്ടറി കിട്ടിയതുപോലെയായിരുന്നു. അവരുടെ മുഖം മ്ലാനവദനരായിരുന്നു. അവർ പ്രത്യാശ നഷ്ടപ്പെട്ടവരായിരുന്നു. യേശു അവരെ തിരിച്ചു പിടിച്ചു. യേശു അവരുടെ കൂട്ടത്തിൽ നടന്നു. എന്നിട്ട് സന്ധ്യയായപ്പോഴ് അവര് പറഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, വെളിച്ചമില്ല, നമുക്ക് സത്രത്തിലേക്ക് മടങ്ങാം. സഹയാത്രികൻ അവർ നിർബന്ധിച്ചു. സഹയാത്രികൻ അവരുടെ കൂട്ടത്തിൽ സത്രത്തിൽ പ്രവേശിച്ചു. അവർ സത്രത്തിലായിരിക്കുമ്പോൾ സഹയാത്രികനും അവരും കൂടെ ചേർന്ന് അപ്പമെടുത്തുയർത്തി വാഴ്ത്തി. ഇത്ര മനോഹരമായിട്ടൊരു പ്രയോഗമാണ്. അപ്പമെടുത്തുയർത്തി വാഴ്ത്തി. അത് മുറിച്ചപ്പോൾ അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അത് കർത്താവാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ സമയം കർത്താവ് അവരുടെ ഇടയിൽ നിന്ന് മറഞ്ഞുപോയി. ഞാൻ ഇന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നൊക്കെയാണോ സഭയുടെ മുഖം മ്ലാനമാകുന്നത്, എന്നൊക്കെയാണോ സഭയുടെ മുൻപിൽ പ്രതിസന്ധിയുള്ളത്, അന്നൊക്കെ കർത്താവ് നമ്മളെ സത്രത്തിലേക്ക് വിളിക്കുന്നുണ്ട്. സത്രം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൂടാരമാണ്, കർത്താവിൻ്റെ ദേവാലയമാണ്. കർത്താവിൻ്റെ കൂടെ വസിക്കാനുള്ള നമുക്കുള്ള ക്ഷണക്കത്താണ് കർത്താവ് നൽകുന്നത്. കർത്താവ് കൂടാരത്തിലേക്ക് വിളിക്കുന്നത് വിശുദ്ധ കുർബാനയിലേക്കാണ്. അപ്പം മുറിക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധ കുർബാനയാണ്. ആ
അപ്പം മുറിക്കാൻ കർത്താവ് വിളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആ മുറിക്കപ്പെടുന്ന അപ്പത്തിൽ കർത്താവുണ്ട്. മുറിക്കപ്പെടുന്ന അപ്പത്തിൽ കർത്താവുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. അപ്പം ഭക്ഷിച്ച് അവർ പിന്നെ എമ്മാവുസിലേക്ക് അല്ല മടങ്ങിയത്. അവർ മടങ്ങിയത് ജെറൂസലേമിലേക്കാണ്. അവർ പോയി കൂട്ടുചേർന്നത് എവിടേക്കാണ്? സഹിയോനൂട്ടുശാലയിലെ പരിശുദ്ധ അമ്മയുടെ കൂടെ പ്രാർത്ഥനാ നിർഭരരായി കർത്താവിന്റെ വാക്കുകളിൽ വിശ്വസിച്ച് കർത്താവിന്റെ ആത്മാവ് അത്തുന്നതിന്റെ ശക്തി വരുമെന്ന് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സ്ലീഹന്മാരുടെ കൂട്ടായ്മയിലേക്കാണ് അവർ മടങ്ങിയത്. ഞാനിതെല്ലാം പറയുന്നത് നിങ്ങൾക്കറിയാം, സഭ കടന്നു പോകുന്ന പ്രതിസന്ധികളിലൊക്കെ തന്നെ കർത്താവ് നമ്മെ വിളിക്കുന്നത് പന്തക്കുസ്തായിലേക്കാണ്. കർത്താവിന്റെ ആത്മാവിലേക്ക് നമ്മെ വിളിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്നതാണ് വഴിവിട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് പ്രലോഭനമാകുന്നത്. നമുക്ക് കർത്താവിലേക്ക് മടങ്ങണം, കർത്താവിന്റെ സഭയിലേക്ക് മടങ്ങണം, കർത്താവിന്റെ കൗദാശികമായ മുറിക്കപ്പെടലിന്റെ വലിയ അടയാളമായ പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് മടങ്ങണം. ആ മടങ്ങലാണ് സഭയുടെ ഒന്നിപ്പിന്റെ ഏറ്റവും വലിയ അടയാളം. അവർ അപ്പമെടുത്ത് മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, മൂടപ്പെട്ട കണ്ണുകൾ തുറന്നു. അവർക്ക് കാഴ്ച കിട്ടി. വദനരായിരുന്ന അവർക്ക് പ്രത്യാശയുടെ നിറവ് ലഭിച്ചു. യേശുവിലെ പ്രത്യാശ ലഭിച്ച ഒരു സഭ. എന്നൊക്കെ പ്രതിസന്ധികളുണ്ടോ, എന്നൊക്കെ പ്രതിസന്ധികളുടെ നടുവിലാണോ, എന്നൊക്കെ കാറ്റും കോളും സഭയെ ഇളക്കി മറിക്കുന്നുണ്ടോ? ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ പത്രോസിന് പറ്റിയ ഒരു മണ്ടത്തരം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് നൗക നയിക്കുന്ന സമയത്ത് കർത്താവ് തോണിയുടെ തലഭാഗത്ത് ഈ പത്രോസ് ചെയ്തൊരു മണ്ടത്തരം ഉണ്ടല്ലോ. മെത്രാന്മാരും കർത്താവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള വൈദികരും സന്യസ്തരൊക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ടത്തരം അത് തന്നെയാണ്. പത്രോസ് എന്താ ചെയ്തെന്നറിയാമോ? കർത്താവോടെ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ പത്രോസ് പഠിച്ച പണി, പത്രോസിന് ഒരു ധാരണയുണ്ട്, ഇവൻ തച്ചന്റെ മോനാണ്, കടലും വെള്ളവും ഒന്നും ഇവനെ അറിയാൻ പാടില്ല. അതുകൊണ്ട് പത്രോസ് പഠിച്ച പണി 18 നോക്കിയിട്ട് നൗക നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു. അപ്പോഴാണ് പത്രോസിന് ഒരു കാര്യം മനസ്സിലായത്, ഇത് കള്ളത്തരമാണ്, ഇവൻ കിടന്നുറങ്ങുകയല്ല, ഇവൻ പരീക്ഷിക്കുകയാണെന്ന്. അപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്. പത്രോസ് വിളിച്ച് കരഞ്ഞു പറഞ്ഞു, കർത്താവേ ഞങ്ങൾ നശിക്കാൻ പോകുന്നു. കർത്താവ് കണ്ണു തുറന്നു, കടലിലേക്ക് നോക്കി. കർത്താവ് കാറ്റിനെ പ്രിയമുള്ളവരെ, സഭ കടന്നു പോകുന്ന പ്രതിസന്ധികളിലെ എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ ഒറ്റ ദൗത്യമേ ഉള്ളൂ, കരങ്ങൾ ഉയർത്തുക, കർത്താവിനെ വിളിക്കുക. നമുക്ക് വിളിക്കാം. ഹല്ലേലൂയ, കർത്താവേ വരേണമേ, കാറ്റിനെ ശാന്തമാക്കണേ, കടലിനെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ഇടവകളെ, ഞങ്ങളുടെ കൂട്ടായ്മകളെ നിയന്ത്രിക്കണമേ, കാറ്റിനെ ശാന്തമാക്കണമേ. പ്രിയമുള്ളവരെ, കാറ്റ്, കടല്, ഇതൊക്കെ ഞാനും നിങ്ങളും നിയന്ത്രിക്കാൻ നോക്കിയാൽ നടക്കില്ല. കർത്താവിനെ വിളിച്ചുണർത്തണം. എല്ലാ പ്രതിസന്ധികളും കർത്താവിനെ വിളിച്ചുണർത്താനുള്ള വലിയൊരു അവസരമാണ്. കർത്താവിനെ വിളിച്ചുണർത്തുക. കർത്താവ് എല്ലാം ശാന്തമാക്കും. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ സന്ധ്യയായപ്പോൾ പറഞ്ഞു, ഇനി വെളിച്ചം ഉണ്ടാകില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക്
സത്രത്തിലേക്ക് പോകാം. ഈ സത്രം വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പ്രയോഗമാണ്. സത്രം സഭയാണ്. നമുക്ക് സഭയിലേക്ക് പോകാം. അവർ അത്താഴത്തിന് ഒന്നിച്ചിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു. അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർക്ക് മനസ്സിലായി കർത്താവാണെന്ന്. അവരുടനെ തന്നെ കർത്താവിന്റെ കരം പിടിക്കാൻ നോക്കി. കർത്താവ് അപ്രത്യക്ഷനായി. കർത്താവ് കരം നമുക്ക് നൽകുന്നത് കൂദാശകളിലൂടെയാണ്. കുമ്പസാരവും കുർബാനയും വിവാഹവും മാമോദീസായും സ്ഥൈര്യലേപനങ്ങളും രോഗീലേപനങ്ങളും എല്ലാ കൂദാശകളും കർത്താവിന്റെ കരം നമുക്ക് നൽകുന്നതാണ്. കർത്താവിന്റെ കരം പിടിക്കാൻ നമ്മൾ തയ്യാറാകണം. അവർക്ക് അപ്പം മുറിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതം, അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവിടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്ന അതേ നിമിഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് അവരിൽ നിന്ന്, കർത്താവിന്റെ സഭയിലാണ് കർത്താവ്. കൗദാശികമായിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ജെറൂസലേമിലേക്ക് മടങ്ങിയ അവര് പന്തക്കുസ്തായുടെ അംഗങ്ങളായി. അവര് എമ്മാവൂസിലേക്ക് പോയിരുന്നുവെങ്കിൽ അവര് പന്തക്കുസ്തായിൽ പങ്കെടുക്കുമായിരുന്നു. കർത്താവ് ചിലപ്പോൾ മടക്കം തിരിച്ചു വിളിക്കും. നമ്മൾ തിരിച്ചു വിളിക്കുന്നത് പന്തക്കുസ്തായിലേക്കാണ്. ഈ പന്തക്കുസ്തായുടെ അനുഭവത്തിലേക്ക് തിരിച്ചു വരാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയട്ടെ. പ്രതിസന്ധികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എത്ര നീന്തിയാലും കരകാണാത്ത വിധത്തിലെ കടൽ വിശാലവും ആഴവുമാണ്. പക്ഷെ മറക്കരുത്, കർത്താവ് കൂടെയുള്ളിടത്തോളം കാലം നിന്റെ യാത്ര സുഗമമായിരിക്കും. നിന്റെ യാത്ര ലക്ഷ്യത്തിലെത്തും. ഞാൻ ഈ പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലെ കർത്താവിനോട് ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. കർത്താവെ, കൂടെ ഉണ്ടാകണേ. നാദാ, ഒന്നുറക്കം പറഞ്ഞേ. ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണത്. നാദാ, കൂടെ വസിക്കണേ. നാദാ, കൂടെ വരേണമേ. നാദാ, കൂടെ ഉണ്ടാകണമേ. എല്ലാ പ്രതിസന്ധികളും നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം ഇത്രയേ ഉള്ളൂ. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച ഒരു വലിയ പ്രയോഗമുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മളെയും കർത്താവ് നോക്കി ബോഷന്മാരെ. എന്താ പറഞ്ഞേ? നിങ്ങൾ എന്നെ നോക്കിയല്ല വിളിക്കണ്ടേ, നിങ്ങളെ നോക്കിയാ വിളിക്കണ്ടേ. കർത്താവ് എന്താ വിളിച്ചത്? ഭോഷന്മാരെ. നമ്മൾ പലപ്പോഴും പ്രതിസന്ധികൾ കാണുമ്പോൾ നമ്മളാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് കർത്താവ് അതുകൊണ്ട് പറഞ്ഞ, എൻ്റെ പൊന്ന് ഭോഷന്മാരെ, നിങ്ങൾക്ക് സാധിക്കാത്തത് കർത്താവിനെ ഏൽപ്പിക്കുക. നിങ്ങൾ കർത്താവിനെ ഏൽപ്പിക്കുക. ഭോഷന്മാരെ. അടുത്ത വാചകം എന്താണെന്നറിയാമോ? ഇതെല്ലാം അവൻ സഹിക്കേണ്ടിയിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? ഈ രണ്ട് പെണ്ണുങ്ങള് കർത്താവിന്റെ കല്ലറ കാണാൻ പോയി. നിങ്ങൾക്കറിയാമോ? രണ്ട് പെണ്ണുങ്ങള് കർത്താവ് മരിച്ചെന്ന് വെച്ചപ്പോ അന്ന് സാപത്തായതുകൊണ്ട് കർത്താവിന് സുഗന്ധദ്രവ്യങ്ങളൊന്നും വെക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഭക്തി കൂടുതലാണ്. അതുകൊണ്ട് അവര് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ആയിട്ട് ഈ കല്ലറയിലേക്ക് പോണ സമയത്ത് ഈ രണ്ട് പെണ്ണുങ്ങളും കൂടെ ചർച്ച ചെയ്തൊരു വിഷയം ഉണ്ടായിരുന്നു. എന്താ ചർച്ച ചെയ്തതെന്നറിയാമോ? ആരാണ് ആകെ കൂടെ കല്ലുരുട്ടി മാറ്റാൻ അതിൽ ബുദ്ധിയും ആരോഗ്യവും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു യൂദാസായിരുന്നു. അവൻ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത് പോയി. ആരാണ് ഈ കല്ല്? അവർ കല്ലറയിങ്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടതെന്താണ്? കല്ല്
കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അപ്പോഴും പെണ്ണുങ്ങൾക്ക് ഡൗട്ടായിരുന്നു. പെണ്ണുങ്ങൾ പറഞ്ഞത് ഇവന്റെ മൃതശരീരം ആരോ ഇതിൽ നിന്ന് കട്ട്. ഈ പെണ്ണുങ്ങളുടെ അത്ര ബുദ്ധി ആർക്കുമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ പോലീസിന്റെ ഈ കളവ് പിടിക്കുന്ന വകുപ്പുണ്ടല്ലോ, അത് പെണ്ണുങ്ങളെ ഏൽപ്പിച്ചാൽ കിട്ടും കളന്. ആരാണ് ഈ കല്ല് ഉരുട്ടി മാറ്റുക? അവർ കല്ലറയിങ്കൽ ചെന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടതായിട്ട് കണ്ടു. അവരെ ഉടനെ തന്നെ പറഞ്ഞു, കർത്താവിന് ആരോ കട്ട് കൊണ്ടുപോയി. പക്ഷേ അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്ന കണ്ടിട്ട് ആ ചേട്ടൻ തോട്ടക്കാരനാണെന്നാണ് അവർക്ക് തോന്നിയത്. ചിലപ്പോൾ നമുക്ക് കണ്ണ് ഭ്രമിച്ച് അങ്ങനെ തോന്നും. തട്ടിൽ പിതാവ് കപ്പ്യാരാണെന്ന് തോന്നുന്നു, തട്ടിൽ പിതാവ് കുശിനിക്കാരനാണെന്ന് തോന്നുന്നു. കർത്താവ് ഉടനെ തന്നെ ഒരു പേര് വിളിച്ചു. ആരുടെ പേരെ വിളിച്ചേ? മറിയം. മറിയം. ആ സ്വരം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അത്. അവള് തിരിച്ചു പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? ഒന്ന് ഉറക്കെ പറഞ്ഞ്, റബ്ബോണി, ഗുരുവേ. ഗുരുവേ. മറിയം, നീ ഇവിടെ നിൽക്കരുത്, നീ പോയി അവരോട് പറയണം, ഞാൻ ഈ ന്യൂസ് പരത്താൻ ഈ ലോകത്തിൽ ഏറ്റവും കഴിവുള്ളത്. കർത്താവ് നല്ല ബുദ്ധിയായിട്ട് ചെയ്തത്. ന്യൂസ് പരത്താൻ ഇത്രയേറെ ശക്തിയുള്ളൊരു വിഭാഗം വേറെ ഇല്ല. മറിയം, നീ പോയി, ഞാന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ പെണ്ണുങ്ങളെ ഏൽപ്പിക്കുള്ളൂ. സ്റ്റാമ്പും വേണ്ട, കവറും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. രാവിലെ തൊട്ട് രാത്രി ആവണവരെ നടന്നു പറഞ്ഞോളും. നീ പോയി, ഞാൻ മക്കളെ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്, നമ്മൾ എത്രയോ അനാവശ്യ കാര്യങ്ങളെ പറഞ്ഞു വരുത്തുന്നത്. ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ പറയേ. നീ പോയി അവരോട് പറയുക, ഞാൻ ഈ കഷ്ടപ്പാടുകളുടെ ഒക്കെ നടുവിലെ കർത്താവ് നമുക്ക് നൽകുന്ന ഒരേ ഒരു സദ്വാർത്ത, നിങ്ങൾ എന്നെ ഉയർത്തവനായിട്ട് കാണുക. മരണത്തെ കീഴടക്കി പുറത്തു വന്നവനായിട്ട് നിങ്ങൾ എന്നെ കാണുക. കഷ്ടപ്പാടുകളുടെ നടുവില്, സങ്കടങ്ങളുടെ നടുവില്, സംഘർഷങ്ങളുടെ നടുവില് അടഞ്ഞ കല്ലറയല്ല, തുറന്ന കല്ലറ, ഉത്ഥാനത്തിന്റെ അടയാളമായ കല്ലറ. മറിയം, നീ പോയി അവരോട് പറയുക, ഞാൻ ഉയർത്തെഴുന്നേറ്റുവെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഈ കൺവെൻഷൻ ഒരു പ്രത്യാശയുടെ കൺവെൻഷനാണ്. ഇതൊരു പ്രത്യാശയുടെ കൺവെൻഷനാണ്. ഞാനും നിങ്ങളും കർത്താവ് ഉത്ഥാനം ചെയ്തു എന്ന സദ്വാർത്ത ലോകത്തോട് അറിയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സങ്കടങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പരാജയങ്ങളുണ്ട്. സഭയുടെ മുൻപിലുള്ള വഴികൾ വളരെ ഇരുളടഞ്ഞതാണ്. പക്ഷേ സഭയുടെ ഉടമസ്ഥൻ ഞാനല്ല, സഭയുടെ ഉടമസ്ഥൻ കർത്താവാണ്. അത് കർത്താവിൻ്റെ ഭവനമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൽ ആശ്രയിക്കുക. സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയുടെ ദൗത്യങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയുടെ മുൻപിൽ ധാരാളം പ്രതിസന്ധികളുണ്ട്. ഇന്ത്യയാണെങ്കിലും ഇന്ത്യയുടെ സാർവത്രികമായിട്ടുള്ള മിഷൻ പ്രവർത്തനങ്ങളുടെ മേഖലകളിലൊക്കെ ആണെങ്കിലും നമുക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധികളുടെ നടുവിലെല്ലാം തന്നെ പ്രതിവിധി ഞാനും നിങ്ങളും അല്ല, പ്രതിവിധി കർത്താവാണ്. ഈ കല്ല് ആരാണ് ഉരുട്ടി മാറ്റുക? അവർ കണ്ടത് ഉരുട്ടി മാറ്റപ്പെട്ട കല്ലറയും, കല്ല് തുറന്ന കല്ലറയുമാണ്. കല്ലറയിലേക്ക് എത്തി നോക്കിയപ്പോൾ അവർ കേട്ട വിളി, മറിയം. നമുക്ക് ആ വിളി കേൾക്കാൻ സന്നദ്ധമാകാം. അതുകൊണ്ട് തന്നെ പ്രത്യാശയോടുകൂടെ സഭയുടെ പ്രതിസന്ധികളെ നോക്കിക്കാണാൻ ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. പിതാവിന് വേണ്ടി, എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി, എല്ലാ രൂപതകൾക്ക് വേണ്ടി, എല്ലാ സന്യാസമൂഹങ്ങൾക്ക് വേണ്ടി, ഭാരതത്തിലെ സർവ്വ രൂപതകളെയും മെത്രാന്മാരെയും ഒക്കെ സമർപ്പിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ നടുവിൽ നിങ്ങൾ കേൾക്കുന്ന ഒരു വിളിയുണ്ട്. എന്താണെന്നറിയാമോ? മറിയം.
കർത്താവ് നമ്മളെ മറക്കില്ല. കർത്താവ് നമ്മുടെ പേര് വിട്ടുകളയില്ല. കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കും. അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷനിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ. പ്രതിസന്ധികൾ ഒന്നും തന്നെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളല്ല. പ്രതിസന്ധികളെല്ലാം തന്നെ ഉത്ഥാനത്തിൻ്റെ കാഹളമാണ്. എല്ലാ പ്രതിസന്ധികളും ഉത്ഥാനത്തിൻ്റെ കാഹളമാണ്. ആരാണ് ഈ കല്ലുരുട്ടി മാറ്റുക എന്ന ചോദ്യത്തിന് തുറക്കപ്പെട്ട കല്ലറയാണ് അവർ കണ്ടത്. കർത്താവിൻ്റെ ശരീരം കട്ടുകൊണ്ടുപോയി എന്ന് അവർ വിചാരിച്ചപ്പോൾ കർത്താവ് അവരെ വിളിച്ചു, മറിയം. അവർ തിരിച്ച് കർത്താവിനെ വിളിച്ചു. അന്ന് വരെ വിളിക്കാത്തൊരു പേര് വിളിച്ചു, റബ്ബോണി, നാഥ, നാഥ, റബ്ബോണി, ഗുരുവേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കോ? പിതാവിന് വേണ്ടി ഒന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച എല്ലാവരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന കർത്താവേ, ആരാധന ഈശോയെ, ആരാധന കർത്താവേ, ആരാധന ഈശോയെ, ആരാധന കർത്താവേ, ആരാധന ഈശോയെ, ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന.